ഹായ് കൂട്ടുകാരെ, ഇതെന്താണെന്നറിയോ? ഞാനും മോളും ഡൽഹിയിൽ പോയി വന്ന കഥയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിന് ശേഷം വീട്ടിൽ ഞങ്ങളുടെ 26-ാം വാർഡിലെ കൗൺസിലർ വന്ന്, അതായത് ദേശാഭിമാനം മാനി പത്രത്തിൽ വന്ന അവളുടെ ഫോട്ടോ അത് ഫ്രെയിം ചെയ്ത് വാർഡിൻ്റെ പേരൊക്കെ അടിയിലെഴുതി അവളെ അനുമോദിക്കാൻ വന്നതാണ്. അതിനുശേഷം അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നയനയുടെ വകയാണ്. ഇതൊന്നും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ, നയന തരുമെന്നൊന്നും. അങ്ങനെ നയനയുടെ കയ്യിൽ നിന്നും കുറേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണെങ്കിൽ അതൊക്കെ പിള്ളേർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണല്ലോ. അവൾക്ക് വളരെയധികം സന്തോഷമായിട്ടോ, കാരണം പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോഴുള്ള പിള്ളേരുടെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ ഇതിൽ കൂടെ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഗുരുചൈതന്യയുടെ വകയായിരുന്നു. അതും അവൾ ഓർക്കാത്ത ഒരു ഗിഫ്റ്റായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിലും ഞങ്ങൾക്കൊരു സങ്കടം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഹാപ്പിനെസ് മൂമെൻറ്റ് കൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ അടുത്ത് ഏട്ടനില്ലല്ലോ എന്നുള്ളതാണ്. അതായത് ഏട്ടൻ കൂടെ അവൾക്കും അതായത് കൂടുതലും വിഷമം. അച്ഛയില്ലല്ലോ, അച്ഛൻ ഉണ്ടാകേണ്ട നേരമല്ലേ ഇതെല്ലാം എന്ന്. അതായത് പഠിത്തത്തിൻ്റെ ഇടയിലും ഞങ്ങളൊന്നും അവളതിനു വേണ്ടി വീട്ടിലിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, അതായത് പടം വരയ്ക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുകയൊന്നുമില്ല. അവളെ ഡ്രോയിങ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങളെങ്ങും വിട്ടിട്ടുമില്ല. അവൾ തന്നെ ചെയ്ത് നേടിയതാണ് കേട്ടോ ഇത്. ഇനി അവളെ എവിടെയെങ്കിലും വിടണം. അവളത് കഴിഞ്ഞ ദിവസം പറയുകയും